ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ CGD വിഷന്റെ ഡെയിലി വിഷന്റെ ശ്രോതാക്കൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഫ്രീഡം ഈസ് അവർ ലെഗസി, യൂണിറ്റി ഈസ് അവർ സ്ട്രെങ്ത് ആൻഡ് അവർ ഇന്ത്യ ഈസ് അവർ പ്രൈഡ്. ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിലെ ഈ CGD വിഷൻ സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP സാറാണ്. സാറ് X&Y ലേണിംഗിന്റെ അക്കാഡമിക് ഹെഡാണ്. കൂടാതെ വിസ്ഡം സ്റ്റുഡന്റ് മൂവ്മെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ബൈ പ്രൊഫഷൻ ഹീസ് എ ഡെന്റിസ്റ്റ്. പക്ഷെ അതിലേറെ ഉപരിയായിട്ട് അദ്ദേഹം മികച്ച ഒരു പ്രഭാഷകനും എഴുത്തുകാരനും സോഷ്യൽ ഇൻഫ്ലുവൻസർ കൂടിയാണ്. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ ഈ സെഷനിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം CGD വിഷന്റെ ഡയറക്ടർ നൂസിയ മാഡം, അതുപോലെ തന്നെ ടീം ഇൻചാർജിലെ മറ്റംഗങ്ങൾ, ഈ സെഷനെ ലൈവായി കൊണ്ടുപോകുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. ഓവർ ടു ടുഡേസ് ഗസ്റ്റ് ബാസിൽ സാർ. മോർണിംഗ് എവരിവൺ. ആദ്യമായി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെക്ഷൽ ഡൈമോർഫിസം ആൻഡ് ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു ഏരിയയാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ള ഒരു അതിനുള്ളൊരു തുടക്കം നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളത് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെമ്പാടും പല സ്ഥലങ്ങളിലായി അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വലിയ സാമൂഹ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന നിലക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ അവബോധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം സംസാരിക്കുന്നത്? സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാര്യങ്ങൾ ആണ് തുടക്കത്തിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും, നമ്മുടെ സമൂഹത്തിലുള്ള രണ്ട് ജെൻഡറുകൾ, ആണ് പെണ്ണ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയെ കുറിച്ച് നമുക്കറിയാം. നമ്മളതിനെ കുറിച്ച് എല്ലാവരും അവബോധമുള്ളവർ. ആ ആൺ പെൺ സ്വത്വങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ശാസ്ത്രീയമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യത്യാസങ്ങൾ, ശാസ്ത്രീയമായുള്ള വ്യത്യാസങ്ങളെയാണ് നമ്മൾ സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയും. ആണും പെണ്ണും തമ്മിലുള്ള പല തലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് നമ്മൾ വ്യത്യാസങ്ങളെ കുറിച്ച് പഠിക്കുന്നത്? വ്യത്യാസങ്ങൾ പഠിച്ചുകൊണ്ട് ആരുടെയെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടിയാണോ? ആരെങ്കിലും ഉന്നതരാണെന്നോ ആരെങ്കിലും അധമരാണെന്നോ പറയാൻ വേണ്ടിയാണോ? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലുമല്ല. കാരണം വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരിക്കലും ആരെങ്കിലും ഉന്നതരാണെന്നോ അധമരാണോ എന്നോ പറയാനല്ല, മറിച്ച് വാല്യൂവിൽ എല്ലാവരും തുല്യരാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യരെന്ന നിലക്ക് ആ മൂല്യം എല്ലാവരിലും ഒരേപോലെയാണ് എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. ഒരു സ്ത്രീ ആയതുകൊണ്ട് മുകളിലോ താഴെയോ ആകുന്നില്ല, ഒരു പുരുഷനായതുകൊണ്ട് മുകളിലോ താഴെയോ ആകുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകൾ അവരെക്കാൾ ഏതെങ്കിലും തരത്തിൽ ഒരു പുരുഷനായതുകൊണ്ട് ഞാൻ ഉന്നതനാണ് എന്ന ചിന്തയിലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെ? അപ്പോ പ്രത്യേകിച്ചും കുട്ടികളെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെയും അവരോട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ പിന്നെ എന്തിനാണ് വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക? നമുക്കറിയാം വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാലുമാണ് അതിനെ അടക്കം പരിഗണിച്ചുകൊണ്ട് സാമൂഹികമായി ഇടപെടാൻ നമുക്ക് സാധ്യമാവുക. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ കൂടുതലായി പഠിക്കണം ഈ വിഷയങ്ങളിൽ മാത്രമായിക്കൊണ്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അടക്കം അവൈലബിൾ ആണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളത് തുടക്കത്തിൽ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതിൽ വളരെ ബേസിക് ലെവലിൽ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരടക്കം ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ശാരീരികമായിട്ടുള്ള ആണിന്റെയും പെണ്ണിന്റെയും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹോർമോണുകൾ തന്നെയാണ്. നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ
ഇതാണ് ആണിന്റെയും പെണ്ണിന്റെയും ഈ പെരുമാറ്റങ്ങളിലും അതുപോലെ തന്നെ അവന്റെ ഇടപാടുകളിലും ഒക്കെയുള്ള വ്യത്യാസങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത്. ഈ രണ്ട് ഹോർമോണുകളിലും രണ്ടു കൂട്ടരിലുമുണ്ട്. സ്ത്രീകളിലും ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ട്, പുരുഷന്മാരിലും ഈസ്ട്രോജൻ ഉണ്ട്. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന്റെ അളവിന്റെ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനമായി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. പുരുഷന് ആവറേജ് ടെസ്റ്റോസ്റ്റെറോൺ കൂടുതലാണ്, സ്ത്രീക്ക് ആവറേജ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് ഹോർമോൺ കൂടുതലാണ് എന്ന് പറയുമ്പോൾ കേവലമായ ഒരു കെമിക്കൽ വസ്തു കൂടുക എന്നുള്ളത് മാത്രമല്ല, അതിനെ തുടർന്ന് മറ്റു പല വ്യത്യാസങ്ങളും ആണും പെണ്ണും തമ്മിൽ കാണാൻ സാധിക്കും. അതിന് ശാരീരികമായ വ്യത്യാസങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന് മസിൽ സ്ട്രെങ്ത്തും അപ്പർ ബോഡി സ്ട്രെങ്ത്തും കൂടുതലാണ്, എന്നാൽ സ്ത്രീക്കാണെങ്കിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജും അതേപോലെ തന്നെ ബോഡി ഈ ഹിപ്പ് തൈ ആ ഭാഗത്തുള്ള ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ ഡീപ്പ് വോയിസ്, സ്ത്രീകളുടെ ഹൈ പിച്ച് വോയിസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഫേഷ്യൽ ഹെയർസ്, താടി, മീശ പോലെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർക്ക് ഉണ്ടാവുന്നതും സ്ത്രീകൾക്കത് ഇല്ലാത്തതും ഈ പറഞ്ഞ ഹോർമോൺ വേരിയേഷൻ കൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കേവലമായ ഹോർമോണുകൾ മാത്രമല്ല, പുരുഷന്റെയും സ്ത്രീയുടെയും തലച്ചോറ് വ്യത്യസ്തമാണ്. ജെൻഡേർഡ് ബ്രെയിൻ നമ്മൾ പറയും, തലച്ചോറിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് ഹോർമോണുകളുടെ അടക്കം പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് ആ വ്യത്യാസങ്ങളോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണും അതേപോലെ തന്നെ മസ്തിഷ്കത്തിലുള്ള വ്യത്യാസങ്ങളും കാരണം പുരുഷന്റെ ചിന്തകൾക്കടക്കം വ്യത്യാസമുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പൊതുവെ ഈ ഡൈമോഫിസം പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റർ ആവറേജ് സ്പേഷ്യൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പെർഫോമൻസ് എന്നുള്ളതാണ് പറയാം. കുറച്ചുകൂടി സ്പേഷ്യൽ മെക്കാനിക്കൽ പെർഫോമൻസിലായിരിക്കും പുരുഷന്റെ ചിന്തകൾ കൂടുതലായിട്ടുണ്ടാവുക. എന്നാൽ സ്ത്രീയുടെ ചിന്ത കുറച്ചും കൂടി ഗ്രേറ്റർ ആവറേജ് വേർബൽ ഫ്ലുവൻസി ആൻഡ് ഇമോഷണൽ റെക്കഗ്നീഷൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് കുറച്ചുകൂടി മെക്കാനിക്കൽ ആയിട്ടുള്ള ചിന്തയായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വേർബൽ സംസാരങ്ങളിലൂടെയും അതേപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള പ്രവർത്തിക്കും കൂടുതൽ സാധിക്കുന്ന ഒരു പ്രകൃതമാണ് സ്ത്രീക്കുള്ളത്. ഇതെന്തിനാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതൊക്കെ ഞാൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ പലപ്പോഴും സ്ത്രീയുടെയും പുരുഷന്റെയും ചിന്തകൾ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന പാറ്റേൺ ആവറേജ്, ഞാൻ പറയുന്നത് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഈ ബയോളജിക്കലായ ശാസ്ത്രീയമായ ഈ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ചിന്തകളുടെ പാറ്റേണിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ച് ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് സാമൂഹികമായി ഇന്ററാക്ഷൻസ് പോസിബിൾ ആകും. ഉദാഹരണത്തിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഇമോഷണൽ റെഗുലേഷനും റെക്കഗ്നീഷനും അതേപോലെ തന്നെ വേർബൽ ഫ്ലുവൻസിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി പിന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മൾ വരുന്ന കാര്യമാണ് ഒരു ഇൻ പേഴ്സൺ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് സ്ത്രീ. ആ വിഷയത്തിൽ സ്ത്രീ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ വാല്യൂവിൽ സ്ത്രീയോ പുരുഷനോ ഉന്നതൻ അധമർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ കഴിവുകളുടെ വിഷയത്തിൽ നമുക്ക് ഒരു വിഭാഗം കുറച്ച് കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് മസിൽ സ്ട്രെങ്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, മസിൽ സ്ട്രെങ്ത് പുരുഷന്മാർക്ക് കൂടുതലാണ്, സ്ത്രീകൾക്ക് കുറവാണ്. ബോഡി ഫാറ്റ് സ്ത്രീകൾക്ക് കൂടുതലാണ്, പുരുഷന്മാർക്ക് കുറവാണ്. അതേപോലെ തന്നെയാണ് ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നിടത്തും ഇമോഷണലി അവരെ ചേർത്ത് പിടിക്കുന്ന വിഷയത്തിലും സ്ത്രീകൾക്ക് കഴിവ് കൂടുതലാണ്, പുരുഷന്മാർക്ക് കഴിവ് കുറവാണ് എന്നുള്ളത് ഈ ഹോർമോണുകളുടെയും ഈ ബ്രെയിൻ സ്ട്രക്ചറിന്റെ ഒക്കെ വ്യത്യാസം വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് സൈക്കോളജിയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കുറച്ച് ടേംസ് മാത്രം ഞാൻ പറഞ്ഞു പോകട്ടോ. അത് മാത്രം വിശദീകരിക്കാൻ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ജസ്റ്റ് ആ ടേംസ് ഒക്കെ നോട്ട് ചെയ്ത് അത് പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളത് സൂചിപ്പിക്കാം. നമ്മൾ അണ്ടർ പെർസെപ്ഷൻ ബയാസ്, ഓവർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഉള്ളതിൽ നിന്നും കുറവായിക്കൊണ്ട് ചിന്തിക്കുക, കുറവായിക്കൊണ്ട് നമ്മൾ പെർസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓവർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഉള്ളതിനേക്കാൾ മുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുക, പെർസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പുരുഷനുമായി ബന്ധപ്പെട്ട് ഈ ഇന്റർ ജെൻഡർ ഇന്ററാക്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പലപ്പോഴും ആണും പെണ്ണും തമ്മിൽ ഇടപഴകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്നു, പല ആളുകളോടും സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണിത്.
കാരണം പലപ്പോഴും നമ്മൾ ഈ പിന്നെ പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻസ്, ഫ്രണ്ട്ഷിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. അതായത് പുരുഷൻ പലപ്പോഴും സ്ത്രീയിൽ നിന്നും ഒരു സ്വാഭാവികമായ ഒരു ഇന്ററാക്ഷൻ ആയിരിക്കാം. ആണും പെണ്ണും ഒരുമിച്ച് പിന്നെ അവര് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ മുന്നോട്ട് പോയതായിരിക്കാം. പുരുഷൻ സ്ത്രീയിൽ നിന്നും ഓവർ പെർസെപ്ഷൻ ബയാസ് പുരുഷനുണ്ടാവും. സ്ത്രീയിൽ നിന്നും കൂടുതലായി പുരുഷൻ പ്രതീക്ഷിക്കും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അണ്ടർ പെർസെപ്ഷൻ ബയാസ് ആണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഇന്റർജെൻഡർ ഇന്ററാക്ഷൻസിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു പുരുഷന് ഒരു വാട്സപ്പിൽ ഒരു ഫ്ലവർ അയക്കുകയാണെന്ന് വിചാരിക്കാം. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ നോർമലായി അവരുടെ ഫ്രണ്ട്സ് ആയ സ്ത്രീകൾക്കൊക്കെ അവർ ഫ്ലവർ രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ അയക്കുന്നുണ്ടാവും. ഇത് വളരെ നോർമൽ ആയിട്ടാണ് ഒരു സ്ത്രീ കാണുക. കാരണം സ്ത്രീയുടെ ഒരു അണ്ടർ പെർസെപ്ഷൻ ബയാസ് ആണ്. ഞാൻ എന്റെ സ്ത്രീ സുഹൃത്തുക്കൾക്കൊക്കെ അയക്കുന്നത് പോലെ ഒരു റോസാപ്പൂ എന്റെ പുരുഷനായ ഒരു സുഹൃത്തിനും അയക്കുന്നു. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇത്രേ ഉള്ളൂ സംഭവം. കാരണം അത് വളരെ ജെന്യൂൻ ആയ ഒരു സ്ത്രീയുടെ ചിന്തയതാണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ സൈക്കോളജി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓവർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. പുരുഷൻ അതിനെ പിന്നെ ഏറി ചിന്തിക്കുക നമ്മൾ പറയില്ലേ, കൂടുതൽ ചിന്തിക്കുക എന്നുള്ളത് പുരുഷന്റെ ഒരു ബൈ നേച്ചർ, പുരുഷന്റെ സൈക്കോളജിയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇത് ഞാനൊന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയാം. അവൾ എനിക്ക് റോസാപ്പൂ അയച്ചല്ലോ, ആ റോസാപ്പൂ അയച്ചെങ്കിൽ എന്തോ ഒന്നുണ്ടല്ലോ, അവൾക്ക് എന്നോട് എന്തോ ഒരു കൂടുതൽ ഇഷ്ടമുണ്ടല്ലോ. ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുന്നത് പോലെ ഒരു അയച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് മാത്രം അങ്ങനെ അയച്ചു, അല്ലെങ്കിൽ എനിക്ക് മാത്രമായിരിക്കില്ലേ അങ്ങനെ അയച്ചിട്ടുണ്ടാവുക എന്ന രൂപത്തിൽ ചിന്തിക്കുക എന്നുള്ളത് പലപ്പോഴും പുരുഷന്മാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വളരെ സിമ്പിൾ ആയ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഒന്ന് കൈ കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് ഒരുമിച്ചിരുന്നാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരെന്ന നിലക്ക് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും സംസാരത്തിലൂടെ ഒക്കെ വരുമല്ലോ. അതിൽ ഓരോ കാര്യങ്ങളെയും എടുത്ത്, ഓരോ വാചകങ്ങളെ എടുത്ത്, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി എടുത്ത്, അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു ടാറ്റ പറഞ്ഞത് വെച്ചിട്ടൊക്കെ പുരുഷൻ എന്ത് ചെയ്യും, ഓവർ പെർസീവ് ചെയ്യും. ഇത് പുരുഷന്റെ ഒരു ബലഹീനതയാണ് യഥാർത്ഥത്തിൽ. ബലഹീനത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പുരുഷന്റെ നേച്ചറാണ്. അപ്പോ പുരുഷൻ കൂടുതലായി ചിന്തിക്കുകയും, എന്നാൽ സ്ത്രീ ആണെങ്കിൽ സാധാരണയുള്ളതിലും താഴേക്ക് അവരെന്ത് ചെയ്യുള്ളൂ, എടുക്കുള്ളൂ. ഇതിൽ പുരുഷനും സ്ത്രീയും കളവായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പലപ്പോഴും ഇങ്ങനെ ഒരു പ്രകൃതം ആണിനും പെണ്ണിനും വ്യത്യസ്തമായി ഉള്ളത് കൊണ്ട് പല പിന്നെ ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്റർജെൻഡർ ഇന്ററാക്ഷൻസിലൊക്കെ പല ഫ്രിക്ഷൻസ് വരുന്ന നമുക്ക് കാണാം. അവൾ എന്നോട് അത്രമേൽ നന്നായി, അല്ലെങ്കിൽ എനിക്ക് അത്രയും നല്ല സൂചനകൾ തന്നിട്ടും ഞാൻ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ എടുത്തത്, അതുകൊണ്ട് അവൾക്ക് പ്രണയബന്ധമാണെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും വരാനുള്ള കാരണം ഇതാണ്. സ്ത്രീ ആണെങ്കിൽ വളരെ ജെന്യൂനായി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല, വളരെ കാഷ്വലി മാത്രമേ ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളൂ എന്നൊക്കെ സ്ത്രീ പറയുന്നതും നമുക്ക് മറുഭാഗത്ത് കാണാൻ സാധിക്കും. ഇതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ തോട്ട് പ്രോസസ്സുകളിൽ, അതേപോലെ തന്നെ പിന്നെ കാര്യങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സംസാരിച്ച് തീർക്കുക എന്ന് പറയുന്നത്, അത് എന്ന് വെച്ചാൽ കൂടുതൽ കാര്യം ഇപ്പൊ പലപ്പോഴും ഈ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ വരുന്നൊരു പ്രശ്നമാണിത്. കാരണം എന്താ വെച്ചാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക, കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീയുടെ നേച്ചറിൽ വരുന്ന ഒരു കാര്യം. എന്നാൽ പുരുഷന്റേത് സൊല്യൂഷൻ ഓറിയന്റഡ് എന്ന് പറയും. നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ഒരു സ്പേഷ്യൽ മെക്കാനിക്കൽ തിങ്കിങ് ആണ് പുരുഷന്റേത്. പുരുഷൻ ഒരു കാര്യം ഓക്കെ ഇന്നൊരു പ്രശ്നം ഉണ്ടല്ലോ, എന്നാൽ അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നാണ് പുരുഷൻ പലപ്പോഴും ആലോചിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഭാര്യ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇന്ന് ഓഫീസിൽ പോയപ്പോ ഇന്ന കാര്യം സംഭവിച്ചു, അങ്ങനെ 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 കുറെ കാര്യങ്ങൾ. അപ്പം ഭാര്യ പറയുന്നത് അത് ഭർത്താവ് കേൾക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് പിന്നെ ഒരുപാട് നേരം എന്റെ സംസാരം കേൾക്കുക എന്നതായിരിക്കും ഒരു പക്ഷെ ഭാര്യയുടെ ആവശ്യം. കാരണം സ്ത്രീയുടെ ചിന്ത ആ രൂപത്തിലാണ് പോകുക. പക്ഷെ പുരുഷൻ ആലോചിക്കുക ഓക്കെ പിന്നെ ഓഫീസിൽ പോയപ്പോ ഇന്ന് സംഭവിച്ചു, അതിനുള്ള സൊല്യൂഷനാണ്. ഒരുപക്ഷെ ഭാര്യയ്ക്ക് സൊല്യൂഷൻ ആയിരിക്കില്ല വേണ്ടത്, കേൾക്കുകയായിരിക്കും വേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന്റെ ചുരുക്കത്രേ ഉള്ളൂ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാത്തത്? അതിന്റെ കാരണം ഈ ആണും പെണ്ണും തമ്മിലുള്ള സെക്ഷൽ ഡൈമോർഫിസം, ഈ വ്യത്യാസം നമ്മൾക്ക് നേരത്തെ തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ ഈ ഫ്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ദാമ്പത്യ ബന്ധത്തിലാണെങ്കിലും കുട്ടികൾ തമ്മിലുള്ള, സ്റ്റുഡൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? പുരുഷന്റെയും സ്ത്രീയുടെയും ചിന്ത വ്യത്യസ്തമാണ്, അവരുടെ ഹോർമോണുകൾ വ്യത്യസ്തമാണ്, അവരുടെ തലച്ചോറുകൾ വ്യത്യസ്തമാണ്, അവരുടെ തിങ്കിങ് പാറ്റേൺസ് വ്യത്യസ്തമാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള വിവിധ തുറകളിലുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നവരെന്ന നിലക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ ഒരു തുടക്കം എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം? ആണും പെണ്ണും
വ്യത്യസ്തരാണ്. ഇപ്പം നമുക്കറിയാം എങ്ങനെയാണ് ആണും പെണ്ണുമാകുന്നത്. തന്നെ നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഒരു പിന്നെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഒക്കെ ബയോളജിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആണും പെണ്ണും ഉണ്ടാകുന്നത്. അത് യഥാർത്ഥത്തിൽ പല പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് പോലെ ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ കേവലമായ നമ്മുടെ പിന്നെ അരക്കെട്ടിന് താഴെയുള്ള ഒരു അവയവത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ആണും പെണ്ണും എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്, അല്ലെ? അത്രയും കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ആ കോടിക്കണക്കിന് കോശങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ബയോളജി പഠിച്ചവരാണ്. എക്സ് ക്രോമസോമുകൾ ചേർന്നതാണെങ്കിൽ അവർ പെണ്ണും, XY ക്രോമസോമുകൾ ചേർന്നതാണെങ്കിൽ അവർ ആണും ആയി മാറും. ആ ആദ്യത്തെ സെല്ല് XX ആണെങ്കിൽ അവർ പെണ്ണായിരിക്കും, ആദ്യത്തെ സെല്ല് XY ആണെങ്കിൽ അവർ ആണായിരിക്കും. പിന്നെ ഉണ്ടാകുന്ന എല്ലാ സെല്ലുകളും അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ മുഖത്തുള്ള ഇവിടെയുള്ള ഒരു സെല്ല്, അല്ലെ, അവിടെയുള്ള സെല്ല് എടുത്ത് നോക്കിയാലും അതിന് XY എന്ന് കാണാൻ സാധിക്കും. എന്റെ കണ്ണിലുള്ള സെല്ല് അവിടെ അതെടുത്ത് നോക്കിയാലും എന്റെ സെല്ല് XY എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ട്രില്യൺസ് ഓഫ് സെൽസിൽ നമ്മുടെ ബ്രെയിനിൽ എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ഇതിനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ശാരീരിക വ്യത്യാസങ്ങൾ അറിഞ്ഞ് നമ്മൾ സാമൂഹികമായി ഇന്ററാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇൻഫോംഡ് ആയി ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഉന്നതരോ അധമരോ ആകുമോ? ഇല്ല. പലർക്കും ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ സ്ത്രീക്ക് കൂടുതൽ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്ത്രീക്ക് അത്തരത്തിലുള്ള ജോലികളിൽ കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റും. ഇപ്പം നഴ്സിംഗ് പോലെ, അതേപോലെ തന്നെ ഈ അധ്യാപനം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന വിഷയത്തിലൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പുരുഷന് കുറച്ചുകൂടി ഒരു സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പുരുഷൻ കൂടുതലായിട്ട് ബൈ നേച്ചർ പോകാനുള്ള കാരണം ഇതാണ്. ഇത് ഞാൻ പറയുന്നത് ബൈ നേച്ചർ പോകാനുള്ള കാരണം. ഇതിന്റെ അർത്ഥം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് പുരുഷൻ ഒരിക്കലും നേഴ്സ് ആവാൻ പാടില്ല, സ്ത്രീ ഒരിക്കലും എഞ്ചിനീയർ ആവാൻ പാടില്ല എന്നല്ല, മറിച്ച് ബൈ നേച്ചർ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വാല്യൂവിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. മനുഷ്യരെന്ന നിലക്ക് എല്ലാവരും തുല്യരാണ്. ആ തുല്യത നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ തുല്യത എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയലുമല്ല. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ദാമ്പത്യമാണെങ്കിലും സ്റ്റുഡൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണെങ്കിലും സാമൂഹികമായ ഇന്ററാക്ഷൻസ് ആണെങ്കിലും ഒക്കെ ആ വ്യത്യാസങ്ങൾ പരിഗണിച്ച് നടത്തുമ്പോഴാണ് കുറച്ചുകൂടി സുന്ദരമായ വ്യക്തിബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. ആ വ്യത്യാസങ്ങളെ അവഗണിച്ചാൽ പിന്നെ എന്താ പറയുക, ഒരു അബ്സല്യൂട്ട് ആയ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിച്ച് ഒരു വ്യത്യാസമില്ല, ആണും പെണ്ണും തമ്മിൽ ബയോളജിക്കലായ ഹോർമോണുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തലച്ചോറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു വ്യത്യാസം ഇല്ല എന്ന് നമ്മൾ ശാസ്ത്രത്തെ നിഷേധിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പൊസിഷൻ എടുത്താൽ പലപ്പോഴും സംഭവിക്കുന്നത് യാഥാർത്ഥ്യത്തെ നമ്മൾ നിഷേധിക്കുന്നത് മാത്രമാണ്. അപ്പൊ അതാണ് സെക്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായ കാര്യമാണ്. ഇതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാമൂഹികമായി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും ചിന്താ രീതികളും എല്ലാം സംഭവിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി 1960-കൾക്കും 70-കൾക്കും ഇടയിൽ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സെക്ഷൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതിന്റെ ഭാഗമായിട്ടുള്ള ചില ഐഡിയോളജികൾ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരാറുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ മുമ്പൊക്കെ സെക്സ് ജെൻഡർ എന്ന് പറയുന്നത് പിന്നെ ഒരു സിനോണിമസ് ആയി അല്ലെങ്കിൽ പിന്നെ ഒരു പര്യായ പദം പോലെ സെക്സ് ഓർ ജെൻഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, അല്ലെ? പൊതുവിൽ നമ്മൾ അത് ഒരേ തരത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ സെക്ഷൽ റവല്യൂഷൻ, യൂറോപ്പിൽ നടന്ന സെക്ഷൽ റവല്യൂഷന് ശേഷം ഈ രണ്ട് ടേംസും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകും. എന്ന് വെച്ചാൽ സെക്സ് വേറെ, സെക്സ് എന്ന് പറഞ്ഞാൽ ഈ ബയോളജിക്കലായ XX ആണോ XY ആണോ എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യം. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പൂർണ്ണമായും വ്യത്യസ്തമായിട്ടുള്ള മറ്റെന്തോ കാര്യം എന്ന രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതെങ്ങനെയാണത് വിശദീകരിക്കുക എന്നുള്ളത് ആ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത് അനുകൂലിക്കുന്നവരാണെങ്കിലും പ്രതികരിക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഐഡിയോളജിയുടെ ഭാഗമായി വരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്സ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ജെൻഡർ എന്തുമാവാം എന്നുള്ളത്. അതായത് ഉദാഹരണം പറയാം, ഞാൻ അതിന്റെ കൂടുതൽ ടെക്നിക്കാലിറ്റികളിലേക്ക് പോയി കോംപ്ലക്സ് ആകുന്നില്ല, നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഞാൻ ബയോളജിക്കലി ഒരു ആണാണ്, എന്റെ ട്രില്യൺസ് ഓഫ് സെൽ, എന്റെ ശരീരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങൾ XY ആണ്. ആണിന്റെ ഹോർമോണാണ് എനിക്കുള്ളത്, ആണിന്റെ തലച്ചോറിന്റെ പാറ്റേൺ ആണ് എനിക്കുള്ളത്, ആണിന്റെ സൈക്കോളജിയാണ് എനിക്കുള്ളത്, എല്ലാം എന്റെ ആണിന്റേതാണ്. പക്ഷേ എനിക്ക് പെണ്ണായി തോന്നുന്നു, പെണ്ണായി എനിക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്റെ സെക്സ് മെയിലാണ്, എന്റെ ജെൻഡർ ഫീമെയിലാണ്.
ഇതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് ജെൻഡർ എന്ന് പറയാം. നമ്മൾ സിസ്, ട്രാൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നു. സിസ് എന്ന് പറഞ്ഞാൽ സെയിം, ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പാറ്റേണിലൊക്കെ നമ്മൾ സിസ്, ട്രാൻസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ട്രാൻസ് എന്ന് പറയാം. അപ്പോ ഇതിന്റെ ഒരു പിന്നെ ഇത് പല ആളുകൾക്കും വളരെ ജെന്യൂൻ ആയി വരുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പല ആളുകൾക്കും വളരെ ജെന്യൂൻ ആയി പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകും. എന്ത് തന്നെ കാരണങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും പരിഗണന അർഹിക്കുന്നവരാണ്. അതിന്റെ സാമൂഹികമായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം ഒരു അവസ്ഥ, പ്രത്യേകിച്ചും ആണിന്റെ ശരീരത്തിൽ പെണ്ണായി അനുഭവപ്പെടുക, പെണ്ണിന്റെ ശരീരത്തിൽ ആണായി അനുഭവപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെയധികം പിന്നെ നമ്മളെ സ്വയം അത്തരം ഒരു അവസ്ഥയിലേക്കൊന്ന് പിന്നെ പ്ലേസ് ചെയ്തിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഭയങ്കര പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. അത്തരം പ്രയാസകരമായ അവസ്ഥകൾ ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ അനുഭാവപൂർവ്വം പെരുമാറണം. അവരെ മനുഷ്യരെന്ന നിലക്ക് നമ്മൾ വളരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അവരോട് ഇടപെടണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നം, സാമൂഹികമായ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ എനിക്ക് എന്തായി തോന്നുന്നോ അതായി എന്നെ പരിഗണിക്കുക എന്നൊരവസ്ഥ സാമൂഹികമായി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എന്റെ ശരീരം ആണിൻ്റെതാണ്, പക്ഷെ എന്നെ പെണ്ണായി പരിഗണിക്കുന്നു. അതിന്റെ കാരണം എന്താ? എനിക്ക് പെണ്ണായി തോന്നുന്നു. ഇങ്ങനെ പെണ്ണായി തോന്നുന്നു എന്നുള്ളതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? എന്റെ തലച്ചോറിലോ എന്റെ ശരീരത്തിലോ എന്റെ ലൈംഗിക അവയവങ്ങളിലോ എവിടെയെങ്കിലും എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? ഇല്ല, ഒരു അടിസ്ഥാനമില്ല. ബയോളജിക്കലി ഞാൻ ആണ് തന്നെയാണ്, പക്ഷെ പെണ്ണായി തോന്നുന്നു. ഇതിന്റെ പേരിൽ മാത്രം എന്നെ പെണ്ണായി പരിഗണിക്കാൻ തുടങ്ങിയാൽ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എന്നെങ്ങനെ ഉറപ്പുവരുത്തുക? അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു മീറ്റിംഗിൽ വന്ന് ഞാൻ പറയാണ് എനിക്ക് പെണ്ണായി തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് അങ്ങനെ തോന്നലില്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. അപ്പോ അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? ഉദാഹരണത്തിന് നമ്മൾ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് പോവാണെന്ന് വിചാരിക്കാം. ഒരു സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് ഞാൻ നേരെ കടന്നു ചെന്ന് കയറുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും എന്നെന്ത് ചെയ്യും? അവിടെയുള്ള സെക്യൂരിറ്റി തടയും. ഒരിക്കലും ഇവിടെ പ്രവേശനമില്ല, നിങ്ങളൊരു ആണാകും. അപ്പൊ ഞാൻ പറയാം അല്ല, ഞാനൊരു പെണ്ണാകുന്നു. അപ്പോ അവർ നിങ്ങൾ പെണ്ണല്ലല്ലോ. പറയണേ എനിക്ക് പെണ്ണായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഇതിന്റെ ഒരു സാമൂഹികമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒരു ഊഹിച്ചുണ്ടാക്കി ആലോചിച്ചുണ്ടാക്കി പറഞ്ഞൊരു പ്രശ്നമല്ല, മറിച്ച് ഇത്തരം ഐഡിയോളജികൾ നടപ്പിലാക്കപ്പെട്ട രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് വലിയ പ്രശ്നമായി സ്ത്രീകളുടെ സുരക്ഷയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ യൂറോപ്പിലുള്ള ടോയ്ലറ്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ടോയ്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, PTA മീറ്റിങ്ങുകളിലൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത ഒരുപാട് ന്യൂസ് ഒക്കെ വിഷയത്തിൽ കിട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് പുരുഷന്മാരായ ആളുകൾ, അവിടെയുള്ള നിയമം എന്താണ്? ഒരാള് സ്വയം എന്തായി പറയുന്നു അത് അവരുടെ ജെൻഡറായി അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവിടെയുള്ള നിയമം. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാൾ സ്ത്രീയായി പറഞ്ഞാൽ അവരെ സ്ത്രീയായി പരിഗണിക്കണം. അങ്ങനെ പല പുരുഷന്മാരും സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക്, വാഷ്റൂമുകളിലേക്ക്, ടോയ്ലറ്റുകളിലേക്ക്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ട ഇടങ്ങളിലേക്ക് പുരുഷന്മാർ കയറുകയാണ്. ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം തോന്നലിനെ ഇല്ലാതെ സ്ഥാപിക്കാൻ ഒരു വഴിയില്ലല്ലോ. അങ്ങനെ സ്ത്രീകളുടെ ഇടങ്ങളിലേക്ക് അതിക്രമിച്ച് കയറുക. അതിക്രമിക്കുക മീൻസ് അവിടേക്ക് കയറുകയും അവിടെ ഈവൻ പല തരത്തിലുള്ള ഫിസിക്കലായ അബ്യൂസുകൾ പോലും സംഭവിച്ചത്. പല സ്കൂളുകളിൽ പോലും, സ്കൂളുകളുടെ ടോയ്ലറ്റുകളിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇത് കേവലം ടോയ്ലറ്റുകളിൽ മാത്രമല്ല, പല സ്പോർട്സ് ഇനങ്ങളിലും. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അമേരിക്കയിൽ വില്യം തോമസ് എന്ന് പറഞ്ഞൊരു നീന്തൽ കളിക്കാരനുണ്ടായി. അദ്ദേഹം ഒരു പുരുഷനായ നീന്തൽ കളിക്കാരനാണ്. നീന്തൽ മത്സരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഒരു 340ഓളം അത്രയും പിന്നിലായിരുന്നു അദ്ദേഹം റാങ്കിങ്ങിൽ. അദ്ദേഹം പിന്നെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ വില്യം തോമസ് അല്ല ലിയ തോമസ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ സമയത്തിന്റെ പരിമിതി മൂലമാണ്. ഞാൻ പെണ്ണാകുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി അവര് സ്ത്രീകളുടെ കൂടെ മത്സരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷൻ മസിൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുരുഷനും സ്ത്രീയും അത്തരത്തിലുള്ള ഇനങ്ങളിൽ മത്സരിച്ചാൽ പുരുഷന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാലങ്ങളായി അവരാണ് ഇപ്പൊ എപ്പോഴും സ്ത്രീകളുടെ കൂടെ മത്സരിച്ചിട്ട് നീന്തൽ മത്സരത്തിൽ ഫസ്റ്റ് ആവുന്നത്. ഇതിന്റെ അർത്ഥം സ്ത്രീകളുടെ സ്പോർട്സ് ഇനങ്ങളിലേക്ക് പോലും പുരുഷാധിപത്യം വരികയാണ്. പുരുഷന്റെ കടന്നുകയറ്റം ഉണ്ടാവുകയാണ്. എന്തിന്റെ പേരിൽ? ഈ ഒറ്റ ഐഡിയോളജിയുടെ പേരിൽ. നിങ്ങൾ എന്തായി നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നോ അതാണ് നിങ്ങൾ.
അതായി നിങ്ങളെ പരിഗണിക്കണം എന്ന ഒരു ഐഡിയോളജി. അപ്പൊ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതിനർത്ഥം ഇത്തരത്തിലുള്ള തോട്ട്സേ ഉണ്ടാവില്ല എന്നോ അല്ല. അങ്ങനെ തോട്ട്സ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അവിടെ അത്തരത്തിലുള്ള തോട്ട്സ് ഉള്ളവരെ നമ്മൾ ആ നിലക്ക് തന്നെ അനുഭവപൂർവ്വം പെരുമാറുക, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനുള്ള പരിഹാരം ഒരിക്കലും അവരുടെ ചിന്ത, അവരുടെ മനസ്സിനനുസരിച്ച് അവരുടെ ശരീരത്തെ കീറി മുറിച്ച് സർജറി ചെയ്യുക എന്നുള്ളതല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരീരം ട്രില്യൺസ് ഓഫ് സെൽസിലാണോ പെണ്ണോ ആണ്. അതിന് നേരെ വിരുദ്ധമായ ഒന്നായിട്ട് നമ്മൾ സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ലൈംഗിക അവയവം മാത്രമാണ് പുരുഷൻ എന്നുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റി ഒരു സ്ത്രീയുടേതുപോലെ ഒന്ന് സർജറി ചെയ്താൽ ഞാൻ പെണ്ണാകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബയോളജിക്കലി എന്റെ ലൈംഗിക അവയവം മാത്രമല്ല പുരുഷന്റേത്. എന്റെ എല്ലാ സെൽസും, മുഖത്തും കയ്യിലും കാലിലും എല്ലായിടത്തും ഉള്ള സെൽസിലൊക്കെ XY എന്നാണുള്ളത്. അപ്പോ കേവലമായ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സർജറി ചെയ്താൽ അത് എന്റെ ജീവിതം തന്നെ പ്രയാസകരമാവുകയാണ് ചെയ്യുക. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. നിങ്ങൾ പിന്നെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനന്യ തോമസ് എന്ന് പറഞ്ഞ് ഒരു ട്രാൻസ്ജെൻഡർ അവര് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവരെഴുതിയ ഒരു കുറിപ്പ് നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അവരെഴുതിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് ആദ്യം പുരുഷന്റെ ശരീരമായിരുന്നു, അവർ സ്ത്രീയായി സർജറി ചെയ്തു. അതിനുശേഷം അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഉറങ്ങാനോ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ ഭയാനകത മനസ്സിലാകാൻ അവർ പറഞ്ഞ ഒരു വാചകം അതേപടി ഞാൻ ഉദ്ധരിക്കുകയാണ്. വളരെ പ്രയാസകരമാണ് കേൾക്കാൻ. എങ്കിലും അവർ പറഞ്ഞത്, എനിക്ക് മൂത്രമൊഴിക്കാൻ പോലും സാധിക്കുന്നില്ല. മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി പിന്നെടുത്ത് അവിടേക്ക് കുത്തി ഒരു ഓട്ടയുണ്ടാക്കി അതുവഴി മൂത്രമൊഴിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമുക്കൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു ഫിസിക്കൽ ട്രോമയാണ് അല്ലെ. ഇത്തരം ഒരു അവസ്ഥ അല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള പരിഹാരം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്രേ ഉള്ളൂ. നമുക്ക് ബയോളജിക്കലി നമ്മളുടെ എല്ലാ മേക്കിങ്ങും ബയോളജിക്കലാണ് അല്ലെ. നമ്മളെല്ലാവരും ബയോളജിക്കൽ ബീയിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബയോളജിക്കലി എന്താണോ അത് ആയിരിക്കും നമ്മളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവും, പലതരം ഐഡന്റിറ്റി ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. അതെല്ലാം മനുഷ്യന് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതിനെ ആ നിലക്ക് തന്നെ അനുഭവപൂർവ്വം പെരുമാറണം. പക്ഷേ ബയോളജിയെയും ശാസ്ത്രത്തെയും നിഷേധിച്ചുകൊണ്ടായിരിക്കരുത് അതിന്റെ പരിഹാരങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഏത് പരിഹാരത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴും അതിന്റെ സാമൂഹികമായ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായി ആലോചിച്ച് ഓരോരുത്തരും പുരുഷനാണെന്നോ സ്ത്രീയാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ എടുക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എടുത്താൽ ഒരു പുരുഷനായി എനിക്ക് പെണ്ണായി തോന്നുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ ഇടങ്ങളിലേക്ക് ആക്സസ് തന്നാൽ ഇവിടെയുള്ള സ്ത്രീ സുരക്ഷ തകർന്ന് തരിപ്പണാകും അല്ലെ. സ്ത്രീ റിസർവേഷൻസ്, എന്തിനാണ് സ്ത്രീ റിസർവേഷൻസും ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇടങ്ങളെല്ലാം ഉണ്ടാക്കിയത്? നമ്മുടെ മുൻഗാമികൾക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണോ? അല്ല. അത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനകൾ ചില സന്ദർഭങ്ങളിൽ ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. ഇവിടെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്കുള്ള സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമമായി കൊണ്ടാണ് സ്ത്രീ റിസർവേഷൻസും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരിഗണനകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കേവലമായ ഒരു പുരുഷന് എനിക്ക് പെണ്ണായി തോന്നുന്നു എന്ന പേരിൽ മാത്രം അതൊക്കെ ഒരു പുരുഷനും അനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് സ്ത്രീകളോട് ചെയ്യുന്ന വലിയ സാമൂഹികമായ ദ്രോഹമായി മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പല വിഷയങ്ങളും നമുക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ അതങ്ങനെ ആക്കിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവര് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവരായി സമൂഹം അവരെ അങ്ങനെ ആയിട്ട് കണക്കാക്കിക്കോട്ടെ എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇത്തരം വിഷയങ്ങളുടെ കോൺസിക്വൻസുകൾ, പ്രത്യേകിച്ചും നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂറോപ്പിൽ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു 10, 20, 30 വർഷം മുമ്പേ തന്നെ നടപ്പിലായിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു, അതിന്റെ കോൺസിക്വൻസ് എന്താണ് എന്ന് പരിശോധിച്ചാൽ തന്നെ ഈ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത്, അതിന്റെ കോൺസിക്വൻസുകൾ എന്താണെന്ന് പഠിക്കാനുള്ള വളരെ നല്ല ഒരു അവസരമാണ്. അതുകൊണ്ട് വളരെ വിശാലമായി സംസാരിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ വളരെ ചുരുക്കി സംസാരിച്ചതാണ്. തീർച്ചയായും ഇതിൽ അവ്യക്തതകൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുക. അതിനൊക്കെ അപ്പുറത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് തരത്തിലുള്ള ചിന്തകൾ ഉള്ളവരാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെന്ന നിലക്ക് എല്ലാവരുടെയും മൂല്യം അത് അത്രമേൽ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ മനുഷ്യരും ആ ഒരു അനുഭൂതിയോ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തോടു കൂടി ഒരു സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഊഷ്മളമായ ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കാര്യങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കണേ അത് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു നിങ്ങളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം തന്നതിന് വളരെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഈ ഡിവിഷന്റെ
316 പുലരിയിൽ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സാറാണ്. സെക്സ്വൽ ഡൈമോർഫിസം, ജെൻഡർ ഈക്വാലിറ്റി എന്ന വിഷയത്തിൽ വിജ്ഞാനപ്രദമായി നമ്മോട് സംസാരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നല്ല അറിവും കാഴ്ചപ്പാടും നമ്മെ ഓരോരുത്തരെയും സമ്പന്നമാക്കിയപ്പോൾ ശാസ്ത്രീയമായ അറിവും മാനവികമായ സമീപനവും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഈ അവതരണം നമ്മുടെ ചിന്തകൾക്ക് പുതിയ ദിശ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ പുലരിയെ സർ ധന്യമാക്കിയിരിക്കുന്നത്. ശാരീരികവും മാനസികവുമായ ചുറ്റുപാടുകളിൽ മനുഷ്യർ വ്യത്യസ്തരാണെങ്കിലും മൂല്യത്തിൽ ഒന്നാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ പരസ്പര ബഹുമാനവും സ്നേഹവും നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറയുകയാണ്. അതോടൊപ്പം ഇന്ന് ഇത്രയും മനോഹരമായി പോസിറ്റീവായ ചിന്തകൾ നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രിയപ്പെട്ട സാറിന് ഡിവിഷന്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്ന കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രിയപ്പെട്ട ഡിവിഷൻ ശ്രോതാക്കൾക്കും ഇവിടെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ജംഷീർ സർ, അതോടൊപ്പം ഇതിൻ്റെ അണിയറയിലുള്ള സഹപ്രവർത്തകർക്കും സ്നേഹനന്ദി അറിയിക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിവിഷൻ ടോക്ക് ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു. Thank you. More power to you.